എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ ആസക്തി അത് നമ്മളെ എത്രമാത്രം വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികപരമായും ബാധിക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജേക്കബ്? നല്ല വിശേഷം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. എല്ലാവർക്കും നല്ല വിശേഷങ്ങളായിരിക്കട്ടെ. നമ്മൾ വിചാരിക്കുന്നു സോഷ്യൽ മീഡിയ ആസക്തിയൊക്കെ ഒഴിവാക്കാനായിട്ട് ദൈവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈബിൾ ആത്മീയത എങ്ങനെയാണ് ആസക്തിയിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആക്ച്വലി ഞാൻ നോക്കുമ്പോൾ ഇത് തിരിച്ചറിയാതെ നമുക്ക് ഈ ആസക്തിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ പിന്നെ ആ സോഷ്യൽ വാലിഡേഷനും പിന്നെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ സംതൃപ്തി ഇല്ലായ്മ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൊല്യൂഷൻ തേടി നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റ് അഡിക്ഷൻസിലേക്കൊക്കെ പോകും. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്ന സാധനത്തിന് ഇനിയിപ്പോൾ ഇത് പോരാ, കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും ചെയ്താലേ അടുത്ത സന്തോഷം കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മളൊരു കാറ് മേടിച്ച് ഒരു 2-3 മാസം അത് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇമ്മീഡിയറ്റ്ലി പുതിയതായിട്ട് കിട്ടിയ ആ സന്തോഷം ഇല്ല. പല അഡിക്ഷൻസും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡ്രഗ്സിലേക്കും ആൽക്കഹോളിലേക്കൊക്കെ പോകുമ്പോൾ ഈവൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസും പോണോഗ്രാഫിയും ഒക്കെ നമ്മൾ ഒരു ആളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ സന്തോഷം മടുത്ത് വേറെയും സന്തോഷം കണ്ടുപിടിക്കുമോ എന്ന് നോക്കുന്നൊരു രീതിയാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ബൈബിളിൽ ജീസസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ യെരമ്യാവ് 2:13 ഇങ്ങനെ പറയുന്നു, ഓക്കെ, ഫോർ മൈ പീപ്പിൾ ഹാവ് കമ്മിറ്റഡ് 2 evils. They have forsaken me, the fountain of living waters, and made them out cisterns, broken cisterns that can hold no water. ജീവജലത്തിൻ്റെ ഫൗണ്ടനെ മറന്നുപോയി, അത് ഞാനാണ്. പക്ഷേ വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത പൊട്ടിയ കിണറുകളെയോ പാത്രങ്ങളെയോ ഓട്ടപാത്രങ്ങളെയോ ഒക്കെയാണ് ഇവരുണ്ടാക്കി അതിൽ വെള്ളം പിടിച്ച് അത് കുടിച്ച് ദാഹം മാറ്റാൻ നോക്കുകയാണെന്നാണ് ബൈബിളിൽ തന്നെ. അത് വലിയ തെറ്റുകളായിട്ടാണ് പറയുന്നത്. നമ്മളിതൊക്കെ എത്ര ചെയ്താലും നമ്മുടെ ഫൈനൽ ദാഹം, ദ തേഴ്സ്റ്റ് ഫോർ സാറ്റിസ്ഫാക്ഷൻ മാറ്റാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സംഭവം വന്നത് എന്ന് നമുക്ക് വേണം ചിന്തിക്കാം. നമ്മൾ ഈ ലോകം വിട്ട് അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഹയർ ലോങ്ങിങ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇട്ടത്. അത് ശരിയായ ഡെസ്റ്റിനിയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയാണ് ഇട്ടത്. പക്ഷെ ആൾക്കാർ അത് മറന്നിട്ട് വേറെ ഓട്ടപാത്രങ്ങളിലാണ് നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ജീസസ്, സ്പിരിച്വാലിറ്റി, ബൈബിൾ മാത്രമേ നമ്മളെ ശരിയായ സാറ്റിസ്ഫാക്ഷനിലേക്കും ശരിയായ ഡെസ്റ്റിനേഷനിലേക്കും എത്തിക്കാൻ പറ്റുള്ളൂ, നമുക്ക് കാണാൻ പറ്റും. എത്ര ശുഭകരമായ കാര്യമാണ് വേദപുസ്തകവും ബൈബിളും നമുക്ക് നൽകുന്നത് നമ്മുടെ ആസക്തികൾ ഇല്ലാതാക്കാൻ. ഇപ്പോൾ എൽവിൻ പറഞ്ഞ ഒരു വലിയ ആഗ്രഹം, പൂർത്തീകരണം, അത് പരിഹരിക്കാൻ നമുക്ക് വേദപുസ്തകം എന്തൊക്കെ വഴികൾ നമുക്ക് നൽകും? ഏട്ടാ, എൽവിൻ പറഞ്ഞതും തുടരാം. ഇപ്പോൾ എൽവിൻ പറയുകയുണ്ടായി, ഇങ്ങനെ ഈ പൊട്ടിയ മൺപാത്രങ്ങൾ നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. ഒന്ന് ഓർക്കണം, നമ്മൾ ഒരിടത്ത് പോയി കുറേ നേരം അധ്വാനിച്ച് കളിച്ച് ഓടിച്ചാടി ദാഹിച്ച് വന്നപ്പോൾ നമുക്ക് ഒരു പൊട്ടിയ മൺപാത്രം വെച്ച് വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീലിംഗ്? ഓരോ പ്രാവശ്യം ഡിസപ്പോയിൻമെൻറ്റ് അല്ലേ? കോരുമ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ ഇച്ചിരി തുള്ളി കിട്ടുമ്പോൾ തന്നെ താഴോട്ട് ബാക്കിയെല്ലാം പോകും. ശരിക്കും മനുഷ്യർ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഉള്ളിൽ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി ദൈവം ഇട്ടേക്കണ ആ വാഞ്ചേനെ അവർ ഭൗമികമായിട്ടുള്ള പല കാര്യങ്ങളും ആസക്തികളും വെച്ച് അടക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ യേശു വ്യക്തമായിട്ട് എന്താണ് നിങ്ങളുടെ ആ ദാഹത്തെ അടക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പിന്നെ അവന് വേറെടുത്ത് പോയി കുടിക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് അത് ജീവജലമായി മാറും, ഒരു നദിയായി മാറും. യോഹന്നാൻ 4:14 യേശു ഇങ്ങനെ പറയുന്നുണ്ട് സമരയക്കാരി സ്ത്രീയോട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. അതായത് അവൻ അൾട്ടിമേറ്റ്ലി അവൻ്റെ ദാഹം മാറുകയാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അപ്പോൾ എന്താ യേശു കൊടുക്കുന്ന ആ വെള്ളം? ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്.
അതുപോലെ തന്നെ ദൈവം നന്നായി നമുക്ക് ജീവിക്കാൻ നൽകുന്ന കൃപയുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെയും വേറെ ആർക്കും തരാൻ പറ്റാത്ത മനോഹരമായ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആഴമേറിയ സ്നേഹവും ദൈവം നമ്മളെ ജീവിക്കാൻ സമാധാനത്തിലും സംതൃപ്തിയോടും ജീവിക്കാൻ നൽകുന്ന കൃപയുമാണ്. അപ്പോൾ ഈ ശരിക്കും ഒത്തിരി പേര് ക്രിസ്തുവിലേക്ക് ആദ്യം, ഞാൻ ഉൾപ്പെടെ, നമുക്ക് ആദ്യം തോന്നുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചുട്ട് പഴുത്ത ഒരു ഇരുമ്പും കഷ്ണത്തെ കൊണ്ട് നമ്മൾ തണുത്ത വെള്ളത്തിലിടുമ്പോൾ തണുക്കുമല്ലോ, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ തണുക്കുമല്ലോ, ആ ഒരു ഫീലിംഗ് ആണ് മിക്കവർക്കും ആദ്യമായിട്ട് ക്രിസ്ത്യാനികളാകുമ്പോൾ തോന്നിക്കുന്നത്. ആ വാഞ്ച അടങ്ങും. ഇതെല്ലാവർക്കും ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും വേദപുസ്തകം എങ്ങനെയാണ് സ്നേഹം കൊണ്ട് നമ്മളെ ഇതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കും. തീർച്ചയായിട്ടും WHO പോലും പറയുന്നത് ആസക്തിയിൽ നിന്ന് പുറത്തു വരാനുള്ള 12 സ്റ്റെപ്പിൽ ഒന്ന് നമ്മളെക്കാൾ വലിയൊരു ശക്തിയെ ആശ്രയിക്കണമെന്നുള്ളതാണ്. മദ്യവും മയക്കുമരുന്നും പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനും ഒരു പാപമാണ്. തീർച്ചയായിട്ടും ഒരു പാപം തന്നെയാണെന്ന് ഞാൻ പറയും. പക്ഷെ അത് എല്ലാവർക്കും അംഗീകരിക്കാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം ഇതിലിപ്പോൾ എന്താണ് പ്രത്യേകിച്ച് തെറ്റുള്ളതെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടൊരു ബേർഡ്സ് ഐ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ്, പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ കൽപ്പന എന്നുള്ളതാണ്. നമ്മൾ ഏത് അഡിക്ഷൻ നോക്കിയാലും ഒരാളെ പ്രേമിക്കുമ്പോൾ അയാളോട് അഡിക്റ്റഡ് ആവുകയാണെങ്കിലും ശരിക്കും നമ്മൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവത്തേക്കാൾ കൂടുതൽ ആ അഡിക്ഷനെ നമ്മളെവിടെയോ സ്നേഹിക്കുകയും വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മിനിമം 2.5 മണിക്കൂറാണ് അഡിക്ഷനുള്ള ആൾക്കാർ ഒരു ദിവസം ദൈവം തന്നിരിക്കുന്ന വിലപ്പെട്ട സമയം നമ്മളതിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമാൻഡ്മെൻറ്റ് ബ്രേക്കിംഗ് എന്തായാലും അതിലുണ്ട്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ അകത്ത് കാണുന്നത് ഒന്നും ദൈവത്തിന് ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റ് പോലും ഈ സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും ഇല്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് റിഡംറ്റീവ് ഗോഡിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് പകരം അതിനെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന കുറേ ആൾക്കാരുടെ പോസ്റ്റുകളെയും ഫീഡ് ചെയ്ത് ദൈവത്തിന് ഒരു ഗ്ലോറിയും കൊടുക്കാത്തൊരു കുറേ പൊട്ടച്ചൊല്ലും കളിവാക്കും അതും ഇതൊക്കെ ആയിട്ട് ഫ്രിവിലസ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റും കൂടെയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അതൊരു ക്ലിയറായിട്ട് നോക്കുകയാണെങ്കിൽ തെറ്റ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാ തെറ്റുകളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ നമുക്ക് പ്രത്യാശയുണ്ട്. ആസക്തിയിൽ നിന്ന് പുറത്തു വരാനുള്ള വേദപുസ്തക വഴികളുമായി ഞങ്ങൾ വേഗം വരുന്നു. ഇപ്പോഴൊരു ബ്രേക്കിന് സമയമാണ്, കാത്തിരിക്കൂ. എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ അഡിക്ഷനെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി മറികടക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സോഷ്യൽ മീഡിയ ആസക്തിയും ഒരു പാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ശരിക്കും അതിനെ മറികടക്കാൻ എങ്ങനെയാണ് സാധിക്കുക ദൈവത്തിൻ്റെ സഹായത്തിൽ? ഒരു നട്ട്ഷെല്ലിൽ പറയാം. ഒന്നാമതായിട്ട് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തെ വായിച്ച് ദൈവവുമായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ശരിക്കും മനസ്സിലാക്കി രുചിച്ചറിയണം. രണ്ടാമത്തത്, നമ്മൾ ശരിക്കും ദൈവത്തോട് തന്നെ പറയണം, എൻ്റെ ഹൃദയത്തിൽ ഇത് പാപമാണെന്നുള്ള ബോധ്യം നൽകണമേ എന്ന്. നമ്മൾ ആദ്യം തന്നെ അതൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവത്തില്ല, ഇത് തെറ്റാന്ന് പോലും തോന്നത്തില്ല. ദൈവമാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ പാപമാണെന്ന് തോന്നിക്കുന്നത്. എന്നിട്ട് ആ തെറ്റിനെ നമ്മൾ ഏറ്റുപറയണം. മൂന്നാമത്തത്, നമ്മൾ ആ തെറ്റിനെ ഏറ്റുപറഞ്ഞതിന് ശേഷം ദൈവത്തോട് ക്ഷമ ചോദിക്കണം. ദൈവമേ, ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ നീതിയുടെ വസ്ത്രത്താൽ പൊതിയണമേ, എന്നെ ജസ്റ്റിഫൈ ചെയ്യണമേ. നാലാമത്തത്, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തി എനിക്കൊരു പുതിയ ഹൃദയം തരണമേ. കാരണം ഇത് നമുക്ക് സ്വന്തമായിട്ട് ഇതിനെ ഒരിക്കലും മറികടക്കാൻ പറ്റില്ല, അത്ര സ്ട്രോങ് അഡിക്ഷനാണ്. കഞ്ചാവിൻ്റെ അഡിക്ഷൻ പോലെ തന്നെ, മദ്യത്തിൻ്റെ അഡിക്ഷൻ പോലെ തന്നെ നമുക്ക് മറികടക്കാൻ പറ്റാത്ത അത്ര വലിയ അഡിക്ഷനാണ്. അഞ്ചാമത്തെന്ന് പറയുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മളെ നിറയ്ക്കാൻ പറയുകയും ഓരോ ദിവസവും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അത് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കരുത്. ഓരോ ദിവസവും ഈ പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. എന്നെ പുതുക്കണമേ, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്കൊരു പ്രശ്നമുണ്ട്, അത് മാറ്റാൻ എനിക്ക് തനിയെ പറ്റത്തില്ല, എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണമെന്ന് ദൈവത്തോട് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പം ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് എൻഡ്ലെസ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. പക്ഷേ എന്നെ ഏറ്റവും ടച്ച് ചെയ്ത വൺ ഓഫ് ദ റീസൺസ് ഞാൻ പറയാം.
അതായത് ദൈവം എന്ന് പറയുമ്പോൾ ഈ അഖിലാണ്ടത്തിൻ്റെ രാജാവാണ്, ഒരിക്കലും തോൽവി കാണാത്ത, വെറുതെ സംസാരിക്കുമ്പോൾ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിവും ശക്തിയുള്ളൊരു ഓൾ പവർഫുൾ ഗോഡാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ടൊരു ആന എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ദൈവം ഇവിടെ നിന്നിട്ടൊരു ഗാലക്സി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ യൂണിവേഴ്സ് തന്നെ അവിടെ ഉണ്ടായി വരുന്ന ആ ദൈവം, ക്രിയേറ്റർ ജീസസ് ഗോഡ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇവിടെ വരികയാണ്. അതായത് നമ്മളെ ഏതോ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടച്ചിട്ടിരിക്കുകയാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ദൈവം അതെല്ലാം കളഞ്ഞ് ദ റിസ്ക് ഓഫ് ഡെത്ത് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ദൈവം ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ രക്ഷിക്കാൻ വന്ന ആൾക്കാർ നേരത്തെ എല്ലാം പറഞ്ഞിട്ടാണ് വരുന്നത്, ഇന്ന സമയത്ത് ഇവിടെ വരുമെന്ന്. വന്നു കഴിയുമ്പോൾ ഈ ആൾക്കാർ തന്നെ ആ ദൈവത്തെ ഹേറ്റ് ചെയ്യുകയും അടിച്ച് കൊല്ലുകയും മോശമായിട്ട് സംസാരിക്കുകയും വിട്ട പിതാവിനെ പോലും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഉള്ളൊരു പെരുമാറ്റം. അപ്പോഴും ജീസസ് പറയാണ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല, അവരോട് ക്ഷമിക്കണമേ പിതാവേ എന്ന് പറഞ്ഞാൽ ആ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇത്രയും വലിയ ത്യാഗം ചെയ്തതിനെക്കുറിച്ചൊരു വാക്ക് പോലും പറയാത്ത ആൾക്കാരെ വീണ്ടും രക്ഷിക്കാനായിട്ട് നോക്കുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ പവർ. ഞാനിത് ഡിസർവ് ചെയ്യുന്നില്ല എന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് പറയുകയെങ്കിലും ചെയ്യാം. അന്ന് ക്രൂശിച്ച സമയത്ത് അതുപോലും ചിന്തിക്കാതെ ഭയങ്കര പ്രൗഡായിട്ടാണ് അവർ ജീസസിനെ ട്രീറ്റ് ചെയ്യുകയും കൊല്ലുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെൽഫ് സാക്രിഫിഷ്യൽ ലവ് ഫ്രം ആൻ ഓൾ പവർഫുൾ ഗോഡ്, അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വേറെ എന്തിൻ്റെങ്കിലും പുറകെ പോയി നമ്മൾ സങ്കടപ്പെട്ട് അയ്യോ ഞാൻ ആരും അല്ല, എനിക്ക് വാലിഡേഷൻ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഒരു, പക്ഷെ ഇങ്ങനത്തെ ഒരു ദൈവത്തിൻ്റെ പുറകെ നമ്മൾ പോകണം, ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് എന്നുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് നമ്മളിതിലേക്ക് നയിക്കേണ്ടതെന്ന് എനിക്ക് പറയാനുണ്ട്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ജീവിതത്തിൽ എന്ന് തിരിച്ചറിയുന്നതാണ്. അപ്പോൾ ഇത്രമാത്രമുള്ള സ്നേഹത്തെ അറിയുക മാത്രമല്ല, ഇതിനെ എങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? ഇന്നത്തെ ലോകത്ത് എല്ലാവരും അനുഭവിച്ചറിയുന്നത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുന്നു. ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും. ഈ ഒരു ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, ഹീസ് മൈ എവറിത്തിങ്, ഹീസ് മൈ ഓൾ, ഹീസ് മൈ എവറിത്തിങ് ബോത്ത് ഗ്രേറ്റ് ആൻഡ് സ്മോൾ, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. നീ രുചിച്ച് നോക്കുക കർത്താവ് നല്ലവനാണെന്ന്. പക്ഷെ അത് ഇതേ പാട്ട് ചിക്കു കുര്യാക്കോസ് പാടിയപ്പോഴേ, രുചിച്ചു നോക്കി ഞാൻ കർത്താവിൻ സ്നേഹത്തെ ഞാൻ രുചിച്ച് നോക്കി എന്ന് പറയുന്നത്. തിരിച്ച് നമ്മൾ മലയാളി പാടിയപ്പോൾ മാറി അതിൻ്റെ അകത്ത്. കാരണം അവിടെ ഒരാൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അത് രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തേനിനേക്കാളും മധുരമുള്ള ആണ്, മാധുര്യമുള്ളതാണെന്ന്. അപ്പോൾ ശരിക്കും നമുക്ക് എങ്ങനെ ദൈവത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാം? അപ്പോൾ ഇതൊക്കെ വലിയ തിയോളജിക്കൽ ഡിസ്കോഴ്സ് ഉണ്ട്. ഞാൻ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് സംഭവിച്ചത്, ഒരു ഹോസ്റ്റൽ മുറിക്കാത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന്, പ്രത്യേകിച്ച് ദൈവമായിട്ട് അതിന് മുമ്പ് വലിയ കണക്ഷനൊന്നും ഇല്ലാത്ത ഒരാൾ ബൈബിൾ വായിക്കുക മാത്രമേ ഇതായിരുന്നു. അപ്പോൾ ഈ കുറേ നേരം നമുക്ക് ഇത് വായിച്ച് വന്നപ്പോൾ, അതൊരു പ്രത്യേക സാഹചര്യം കൊണ്ട് വായിക്കാനിടയായത്. പക്ഷെ വായിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ ദൈവവുമായി പ്രേമത്തിലാവും, അല്ലെങ്കിൽ ആ സ്നേഹത്തിലാവും. പിന്നെ നമ്മൾ ദൈവമായി വർത്താനം പറയുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ പിന്നെയും അറിയും. കുറച്ച് നേരം കഴിയുമ്പോൾ ദൈവത്തെ നമുക്ക് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദൈവം വളരെ ക്ലോസ് ആയിട്ട് പേഴ്സണലായിട്ട് ഇടപെടുന്നത്. അപ്പോൾ വചനം വെറുതെ വായിച്ചാൽ പോലും, മനസ്സിരുത്തി വായിച്ചാൽ പോലും നിങ്ങൾ അറിയാതെ ദൈവത്തെ സ്നേഹിച്ചു, ദൈവം നിങ്ങളെ കരുതുന്നുണ്ട്, കൂടെയുണ്ട് എന്നൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് തോന്നും. രണ്ടാമത് നമ്മൾ വർത്താനം പറയാനും കൂടെ തുടങ്ങിക്കഴിയുമ്പോൾ, ഒരു സുഹൃത്തിനോട് പോലെ വർത്താനം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വർത്താനം പറയുന്ന പോലെ ദൈവം നമ്മളുമായിട്ട് നന്നായിട്ട് ഇടപെടും. ശരിക്കും ഇത് റിയലാണ്, ഒറിജിനലാണ്. ട്രൈ ചെയ്ത് നോക്കണമല്ലേ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറയും ഇത് തേനിനേക്കാളും മധുരമല്ല, ഇത് മാൾട്ടോഡെക്സ്ട്രിൻ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഷുഗറിനേക്കാളും മധുരമുള്ള, സ്റ്റീവിയേക്കാളും മധുരമുള്ളതാണെന്ന് വരെ നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും ദൈവത്തെ അടുത്തറിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നല്ല അനുഭവമാണ്. അത് നമുക്ക് ജീവിതത്തിൽ നൽകുന്നത്, നമ്മൾ ദൈവസ്നേഹത്തെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ്? നമ്മൾ നമ്മുടെ തെറ്റ് സമ്മതിച്ച് ദൈവത്തോട് ചേരുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിന് സാധിക്കുക? ഞാൻ ജേക്കബിൻ്റെ ആൻസർ കേട്ടുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, ഒരു ഡോപ്പമിൻ റഷ് ഉണ്ടായി എൻ്റെ ബ്രെയിനിൽ നിന്ന്. ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുകയാണ്, ഒരു ഡോപ്പമിൻ ഡീറ്റോക്സ് പോലെ നമ്മൾ കാണണം. നമുക്ക് ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളൊരു റഷ് ഉണ്ടാവുമോ, അത് നമ്മുടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ആക്ഷനായി മാറുമോ നമ്മൾ നോക്കണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി വേണ്ടത് റിപ്പൻറ്റൻസും കൺഫെഷനുമാണ്. അതായത് നമ്മളിങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള അക്സെപ്റ്റൻസും
അത് നമ്മൾ ദൈവത്തിനോട് ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവം പറയുന്നുണ്ടല്ലോ, നമ്മൾ കൺഫെസ് ചെയ്യുകയാണെങ്കിൽ ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ ഇനഫ് ടു ഫോർഗീവ് അസ് ഫ്രം ഓൾ സിൻ ആൻഡ് അൺറൈച്ചസ്നെസ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് റിപ്പൻറ്റ് ചെയ്യേണ്ട അത്രയും മാത്രം വലിയ പാപം ഉണ്ടോ എന്നൊക്കെ, അങ്ങനെ കുറ്റബോധം തോന്നുന്ന രീതിയിലുള്ള പാപമൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിക്കും റിപ്പൻറ്റൻസ് തരുന്നതും ദൈവം തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 5:31 പറയുന്നുണ്ട്. അതായത് ദൈവമാണ് നമുക്ക് റിപ്പൻറ്റൻസ് തരുന്നത്, വിശ്വസിക്കാത്തവർക്ക് റിപ്പൻറ്റൻസ് കൊടുക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 11:18 പറയുന്നുണ്ട്. ഇതിനെ എതിർത്ത് നിൽക്കുന്നവർക്കും ഒപ്പണൻസിനും സത്യത്തിലേക്ക് നയിക്കുന്ന റിപ്പൻറ്റൻസ് കൊടുക്കുമെന്ന് 2 തിമോത്തിയോസിലും പറയുന്നു. അപ്പോൾ റിപ്പൻറ്റൻസ് ഉൾപ്പെടെ ദൈവം തരും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു വില്ലിങ്നെസ് ഉണ്ടായി റിപ്പൻറ്റ് ചെയ്ത് കൺഫെസ് ചെയ്ത് ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മൾ ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തിനടുത്ത് സംസാരിക്കുമ്പോൾ ആ റിപ്പൻറ്റൻസ് നമുക്ക് കിട്ടും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് എനിക്ക് പറയാം. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ ദൈവത്തിൻ്റെ സഹായം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നല്ല വിശേഷങ്ങൾ ഇനിയും നമുക്ക് പങ്കുവെക്കാനുണ്ട്. മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങി വരാം, കാത്തിരിക്കൂ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടിയ സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യത്തിലേക്ക് വരാം. ആസക്തിയിൽ നിന്ന് മുക്തി നേടാനുള്ള അടുത്ത പടി എന്താണ്? ഇപ്പോൾ നേരത്തെ എൽവിൻ പറയുകയുണ്ടായി, കർത്താവ് നമുക്ക് ജെന്യുവനായിട്ടുള്ള മാനസാന്തരം നൽകുകയും നമ്മൾ ആ തെറ്റിനെ ഏറ്റു പറയുമ്പോൾ കർത്താവ് ക്ഷമിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തോട് പറയണം, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറച്ച് എൻ്റെ ഉള്ളിലൊരു പുതിയ ഹൃദയം തരണമെന്ന്. എന്താ കാരണം വെച്ചാൽ നമുക്കിത് സ്വന്തമായിട്ട് ഒരിക്കലും ഈ ആസക്തിയെ മറികടക്കാൻ എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് പുതിയ ഹൃദയം ആവശ്യം മനുഷ്യന് അതിജീവിക്കണമെങ്കിൽ? അതിന് കാരണം എന്ന് വെച്ചാൽ, ദൈവം ശരിക്കും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ചിന്തകളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം വിശുദ്ധമായിരുന്നു. അവൻ നാച്ചുറലി, അവൻ്റെ പ്രകൃതം തന്നെ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. നാച്ചുറലി ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇവൻ ഒരിക്കൽ ആദം പാപം ചെയ്തതിന് ശേഷം നമ്മുടെ പ്രകൃതം ദൈവത്തിന് വിരോധമാണ്. നമ്മുടെ ഉള്ളിലെ നാച്ചുറൽ ടെൻഡൻസി എപ്പോഴും ദൈവത്തിനെതിരെ ചെയ്യാനും പാപം ചെയ്യുവാനും. അതുകൊണ്ട് തന്നെ ദൈവമില്ലാണ്ട് നമുക്ക് ആ പ്രകൃതത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ആഗ്രഹമുണ്ട്. അതാ നമ്മൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഓവർകം ചെയ്യാൻ താല്പര്യമുള്ള ഇത് ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പൗലോസിൻ്റെ ഇന്നത്തെ ഭാഷയിലാണ് വേണമെങ്കിൽ പറയാം. ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. എന്നിട്ട് 23 പറയും അതേ അധ്യായത്തിൽ, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു എന്ന് പറയും. അതായത് പ്രമാണം എന്ന് വെച്ചാൽ ലോയാണ്. എൻ്റെ ബുദ്ധിക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ലോ ഉണ്ട്. ഈ ലോ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം, ഒരു ലോയിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ഗ്രാവിറ്റേഷൻ ലോയിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് എനിക്ക് പൊങ്ങാൻ പറ്റത്തില്ല. അത്ര സോളിഡ് ലോ. ഇപ്പം ഇവിടെ ദൈവത്തിൻ്റെ പ്രമാണത്തിനെതിരെയുള്ളൊരു നിയമം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമുക്ക് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് പാവമായിട്ടേ അവസാനം ചെന്ന് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ പുതുക്കണം. ദൈവം ന്യൂ ഹാർട്ട് വേണം. പക്ഷെ അത് കിട്ടണമെങ്കിൽ അത്ര പാടുപിടിച്ച കാര്യമല്ലെന്ന്. ഈ എല്ലും പറഞ്ഞ പോലെ പാവം ഏറ്റു പറഞ്ഞ ശേഷം നമ്മൾ ചോദിച്ചാൽ ദൈവം കാത്തിരിക്കുകയാണ് അപ്പം തന്നെ തരാൻ. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെ നമ്മൾ വായിക്കുന്നത്. അതും കൂടെ വായിക്കാം. എന്നാൽ നിങ്ങളിലൊരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല. മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പാസ്റ്ററിനടുത്ത് മിനോര പപ്പ എനിക്ക് ഒരു ചോറ് മേടിച്ചാലോന്ന് വെച്ചാൽ പാസ്റ്റർ അപ്പം തന്നെ മേടിച്ചു കൊടുക്കത്തില്ലേ? ചോറൊന്നും മേടിച്ചാലോ, നീ പട്ടിണി ഇരിക്കാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? അത്ര സിമ്പിളാണ്. അതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ദൈവം നമ്മളെ പുതുക്കും, പുതിയ മനുഷ്യരാക്കും.
ദൈവത്തോടുള്ള നമ്മുടെ ബന്ധങ്ങൾ ഒരു മനുഷ്യബന്ധം പോലെ റിയൽ ആകണം, എങ്കിൽ മാത്രമേ നമ്മൾക്ക് പുതുക്കമുണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനിയും യഥാർത്ഥത്തിൽ ആസക്തിയിൽ നിന്ന് മാറ്റാനായിട്ട് ആളുകൾ ശ്രമിക്കും, വീണ്ടും വീണ്ടും അതിലേക്കാണ് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനകത്ത് നിലനിൽക്കാൻ കഴിയുക, ആ ഒരു ഇതിൽ തുടരാൻ കഴിയും? ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ആ സമയത്ത് നമുക്ക് നിരാശ ഉണ്ടാവരുത്. ഇപ്പോൾ ജേക്കബ് പറഞ്ഞല്ലോ, ജേക്കബ് പറഞ്ഞ ആ പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആ ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ആ പാപത്തിൽ വീഴാതെ പോയി എന്ന് വെച്ചോ, ആ പുതുക്കത്തിൻ്റെ അനുഭവം അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വീഴും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു റിന്യൂവൽ ഉണ്ടായിരിക്കണം. ആ പുതുക്കത്തിൻ്റെ അനുഭവം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യണം. അതായത് ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതേമേ ഇന്നലെ എന്നെ നീ നടത്തി, ഇന്ന് ആ സെയിം ഫ്രഷ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എനിക്ക് വേണം, എന്നെ മൊത്തത്തിൽ പുതുക്കി ആ പാപത്തിൻ്റെ ലോ ഇന്ന് എന്നിൽ നിന്ന് ബ്രേക്ക് ചെയ്യണേ എന്നുള്ള ആ ഒരു എല്ലാ ദിവസവും നമ്മൾ പുതുക്കുക, നമ്മൾ വീഴാതിരിക്കുക. നമ്മളത് മറക്കുകയും നമ്മുടെ തിരക്കുകളിലൊക്കെ പെട്ട പ്രോപ്പർ കമ്മിറ്റിംഗ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് നമ്മൾ വീണ്ടും വീണ് പോകാനുള്ള സാധ്യത. വീണ് കഴിഞ്ഞാൽ പിന്നെ റീകമ്മിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ പാടായിരിക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. നമ്മൾ ഇതാണല്ലോ ചെയ്യേണ്ടിയിരുന്നത് വരെ നമ്മൾ മറന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. നമ്മൾ പൗലോസ് പറയുന്ന പോലെ ദിവസേന മരിക്കാനായിട്ടും ദൈവത്തിൽ ജീവിക്കാനായിട്ടും റീകമ്മിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വീഴാതിരിക്കാം. ഇനി വീണാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു കൈയിട്ടടിക്കുകയാണ് എങ്ങനെയെങ്കിലും, ആ കൈയിട്ടടിക്കുന്നത് തന്നെ ഒരു നല്ല സൈനാണ്. നമുക്ക് ഇനിയും നീന്തൽ പഠിക്കണമെന്നും പൊങ്ങിക്കിടക്കണമെന്നുള്ള ആഗ്രഹം. പക്ഷെ ഒരാൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പാപം കാരണം മുങ്ങിപ്പോയാൽ പിന്നെ അയാൾക്ക് ചാൻസേ ഇല്ല. സോ ഈവൻ ഇഫ് യു ആർ സ്ട്രഗിളിങ്, തിരിച്ച് നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ കൂടെ വന്ന്, ഞാൻ ഇന്ന് ഒരു 15 വർഷം മുമ്പ് ചെയ്ത പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ പോലും ഇല്ല, ദൈവം അതൊക്കെ മാറ്റി. അതുപോലെ ഓവർ ടൈം ഈ അഡിക്ഷൻസും നമ്മളിൽ നിന്ന് ദൈവം മാറ്റാനായിട്ട് സഹായിക്കുമെന്നാണ് എനിക്ക് പറയാം. ഒരിക്കൽ നമ്മൾ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നമ്മൾ നമ്മുടെ തെറ്റ് തിരിച്ചറിയുക, ദൈവത്തോടത് സമ്മതിക്കുക, ദൈവത്തിൻ്റെ സഹായം ചോദിക്കുക, ദൈവം നമ്മളെ തിരുത്താൻ ആവശ്യപ്പെടുക, ദൈവം നടത്തിക്കുന്ന വഴിയെ പോകാൻ മനസ്സുള്ളവരായിരിക്കുക, ആ നല്ല ബന്ധത്തിൽ എന്നും നിലനിൽക്കുക. അതാണ് ഈ സോഷ്യൽ മീഡിയ ആസക്തിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഏറ്റവും ശക്തമായ വഴി. അതുതന്നെയാണ് WHO പറയുന്നത്, നമ്മളെക്കാൾ വലിയ ശക്തിയെ ആശ്രയിക്കുക. ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ ഈ ആസക്തിയെ മാറ്റി നേരുള്ള നന്മയുള്ള വ്യക്തികളായി മാറാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു നല്ല വിഷയമായി വീണ്ടും കാണാം. അതുവരേക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇരുവർക്കും നന്ദി.